അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മോം സീരീസ് എന്ന് ഫെബിയാണ്. ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഇതാ വീണ്ടും ഒരു വീഡിയോ. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്, ഞാനും ഇനായും. നേരത്തെ വന്ന് കാറിലിരുന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കുറച്ചധികം ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യമൊന്നുമല്ല, ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് ആണ് കേട്ടോ. ഞാൻ എന്താ തല ചെരിഞ്ഞിങ്ങനെ ഇരിക്കുന്നതെന്നുള്ളതല്ലേ, അവൾ അത്യാവശ്യം നല്ല മൊഞ്ചിൽ ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ടെല്ലാം ഇറങ്ങിയതാണ്. അപ്പം അത് അവൾക്ക് വീഡിയോയിലൊക്കെ വരണ്ടെന്നുള്ളത് കണ്ടില്ലേ. അപ്പോൾ അവൾ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും കൂടുതൽ അവൾ വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് മോളിലേക്കാണ്. 2 ക്ലയൻസിൻ്റെ ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു. അത് ഒരു 3-4 തവണയായിട്ടെങ്കിലും നമുക്ക് പോകണം, എന്നാലും അത് കംപ്ലീറ്റ് ആവും. അങ്ങനെ ഇതാ വീണ്ടും ഒരു മോളിലേക്ക് പോവാണ്. അവിടെ പോയിട്ടുള്ള കുറച്ച് ക്ലിപ്പിങ്സൊക്കെ കാണാം. അതിന് മുൻപ് വേറെ 1-2 കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പം പോകുന്ന വഴിക്ക് ഒരു ചായയും 2 സ്നാക്സൊക്കെ കഴിച്ചു. മഗ്‌രിബ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയത്. ചായ കുടിച്ചിട്ടുണ്ടായിട്ടില്ല. ചായയൊക്കെ കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ലേറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് കുടിക്കാമെന്ന്. അങ്ങനെ അബ്ദുൽ അസീസിൽ പോയി ഒരു ചായയും കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി കഴിച്ചു. നേരെ മോളിലേക്ക്, ആദ്യം മോളിലുള്ള ഫ്ലൈയിങ് ടൈഗറിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് കളക്ട് ചെയ്യാനുണ്ട്. അതിന് മുൻപ് ഞാൻ ആ ക്ലയൻറ്റിന് വേണ്ടി വാങ്ങിച്ച ഓർഡേഴ്സ് അവസ്ഥ ഇതാണ്. അവരുടെ സാധനങ്ങളെല്ലാം കൂടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പ്രൈസൊക്കെ വേറെ തന്നെ ലിസ്റ്റ് ചെയ്ത് എഴുതിയിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ. ഇതിലൊക്കെ ഐറ്റംസാണ്. പിന്നെ ഇതവരുടെ പിന്നെ ഇൻറ്റീരിയറിലേക്കുള്ള കുറച്ച് പിന്നെ ഷോ പീസസ് ആണ് കേട്ടോ. വേറെയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് ഡിന്നർ സെറ്റ്, കാസ്ട്രോൾ സെറ്റ്, അതെല്ലാം. പിന്നെ ഡിന്നർ സെറ്റ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഡിന്നർ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 3. ഇതിപ്പം ഇതും 1, പിന്നെ ഇതുപോലത്തെ 2 സെറ്റ്, പിന്നെ ഈ ബ്രൗൺ ഇതിൽ കാണുന്നത് മുഴുവൻ ഒരു വേറെ തീമിലൊരു ഡിന്നർ സെറ്റ്. അങ്ങനെ 3 ഡിന്നർ സെറ്റാണ് അവർ ചൂസ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫ്ലൈയിങ് ടൈഗറിന് ക്ലയൻറ്റിന് വേണ്ടിയിട്ടും പിന്നെ എനിക്ക് വേണ്ടിയിട്ടും വാങ്ങിയ കുറച്ച് ഐറ്റംസ്. ഓക്കെ, അപ്പോൾ ഇതാ ഈ ഒരു സെക്ഷൻ മുഴുവൻ ആ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഈ കേക്ക് സ്റ്റാൻഡാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസൊക്കെ ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഒരു മഗ്, കോഫി മഗ്, ഇതും സെയിം 2 പിന്നെ ഇതാ ഈ ഒരു ഹാഫ് ബൗൾ. ഇതിൻ്റെ 6 പീസസ് ഉണ്ട് കേട്ടോ. 1 2 3 4 5 6. ഓക്കെ, പിന്നെ ഇതാ ഒരു ബോട്ടിൽ, ഒരു ഫ്ലോറൽ പ്രിൻ്റുള്ളൊരു ബോട്ടിൽ. ഭയങ്കര ഭംഗിയുണ്ടല്ലേ കാണാൻ ഇതൊക്കെ. പിന്നെ ഇതാ ഈ 2 ബൗളിൻ്റെ 2 പീസസ്. ഇത് മോസ്റ്റ്ലി ഹാൻഡ് മെയ്ഡാണ് കേട്ടോ ഇവർ അധികം പ്രോഡക്ട്സും. പിന്നെ ഇതാ ഇങ്ങനൊരു മഗ്. ഓക്കെ, ഇതിൻ്റെ 3 ഇതിൻ്റെ പ്രത്യേകത സിലിക്കോണിലാണ് വരുന്നത്. ഇത് ലിഡ്. ഓക്കെ, സ്ട്രോബെറി തീമിലായിരുന്നല്ലോ ആ ഒരു ടൈമിൽ ഉള്ള ഐറ്റംസ് എല്ലാം സ്ട്രോബെറി തീമിലാണ്. അപ്പോൾ ഒരുവിധം ഐറ്റംസ് എല്ലാം തന്നെ ആ ഒരു തീം തന്നെയാണുള്ളത്. പിന്നെ ഇത് നാപ്കിൻസ്, 2 ടൈപ്പ് ഓഫ് നാപ്കിൻസ് ഉണ്ട്, ഇതും. ഓക്കെ, പിന്നെ ഇതാ ഒരു ബ്ലാങ്കറ്റ് ഉണ്ടല്ലേ. പിന്നെ വരുന്നതൊരു ടേബിൾ ക്ലോത്താണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. 140 × 220 സെൻറ്റിമീറ്ററാണ്. പിന്നെ ഒരു കൂൾ ബാഗ് അല്ലെങ്കിൽ പിക്നിക് ബാഗ്. പിന്നെ ഒരു കുഞ്ഞ് മിൽക്ക് മഗ് ഉണ്ട്, വളരെ ചെറിയൊരെണ്ണം, നല്ല ഭയങ്കര ക്യൂട്ട്. ഓക്കെ, പിന്നെ ഒരു ഫ്ലോറൽ ജഗ്, ഇതാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ഈ ഒരു കൈൻഡ് ഓഫ് കുഷ്യൻ, സ്ട്രോബെറി കുഷ്യൻ. ഓക്കെ, ഇത്രയും ഐറ്റംസാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിയത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ വാങ്ങിയ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം. ഈ ഒരു കിച്ചൺ ക്ലോത്ത്, പിന്നൊരു എന്താ പറയുക, കേക്ക് സ്ലൈസൊക്കെ ചെയ്യാനുള്ളൊരു കൈൻഡ് ഓഫ് സ്പൂൺ. ഇത് സെറാമിക്കിലാണ്. ഒരു സ്ട്രോബെറി ബൗൾ. പിന്നെ അതേ തീം തന്നെയൊരു
ചെറിയൊരു പ്ലേറ്റ്. ഇതൊക്കെ എല്ലാം ഭംഗി കണ്ടിട്ട് എടുത്തു പോയതാണ് കേട്ടോ. പിന്നെ ഇത് കിച്ചൺ ക്ലോത്താണ്, ഫ്ലോറലിൽ. പിന്നെ ഈ ഒരു പൗ, സെയിം കൈൻഡ് ഓഫ് പൗ. ഞാൻ ഇത് ഓരോന്നേ എടുത്തുള്ളൂ. അതിന് അത്യാവശ്യം ചെറിയ ആവശ്യങ്ങൾക്ക് എന്നുള്ള രീതിയിൽ എടുത്തതാണ് കേട്ടോ. ഞാൻ വാങ്ങി ഈ ഒരു മഗ്, ഫ്ലോറൽ മഗ്. പിന്നെ ഒരു ഫുഡൊക്കെ കവർ ചെയ്യാനുള്ളൊരു അംബ്രല്ല, നല്ല ഭംഗിയില്ല ഒരു ചെറിയ അംബ്രല്ല. ഓക്കെ, ഇതിപ്പം ഇതിൻ്റെ ലോക്കിങ് എങ്ങനെയായിരുന്നു ഞാൻ നോക്കട്ടെ. ഇത് ലോക്ക് ചെയ്യൽ ഇങ്ങനെ പുഷ് ചെയ്യലാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് റിലീസാകും. ഓക്കെ, ഇത് ഈ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ വാങ്ങിയത്. അതായത് ഇതെല്ലാം നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ ഹസ്ബൻഡ് ബ്രദറിൻ്റെ മോൻ്റെ കല്യാണമുണ്ട്. ഈ ഒരു കല്യാണം വരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറമാണ്. അതായത് നമ്മുടെ സെയിം കോമ്പൗണ്ടിൽ അവരുടെ ഹൗസ് വാമിങ്ങും ഈ കല്യാണം എല്ലാം ഒരു ദിവസമാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ നാട്ടിൽ പോകുന്നുണ്ട്. ഒരു ജൂൺ 2nd വീക്ക് അങ്ങനെ ആകുമ്പോൾ തിരിച്ചു വരും. പിന്നെ വെച്ചാൽ എൻ്റെ മോൻ്റെ JEE അഡ്വാൻസിൻ്റെ എക്സാമും കൂടി നടക്കാൻ പോവാണ് May 17th. അപ്പം അതെല്ലാം കണക്കിലെടുത്താണ് ഇപ്പം നാട്ടിലേക്ക് പോകുന്നത്. അൽഹംദുലില്ലാ അവന് JEE ഫേസ് 1 മാഷാഅല്ലാ 99.4 ഉണ്ടായിരുന്നു പെർസെൻറ്റേജ്. ഫേസ് 2 ആയപ്പം ഫേസ് 2 എഴുതിയിട്ടുണ്ടായിരുന്നു. ഫേസ് 2 99.6 ആയി അൽഹംദുലില്ലാ. എന്തായാലും NIT എല്ലാം സീറ്റ് സേഫായി. എന്നിരുന്നാലും അഡ്വാൻസ് IIT-യിലേക്കുള്ള എൻട്രൻസ് എന്നുള്ള രീതിയിൽ അഡ്വാൻസ് എഴുതാൻ പോവാണ്. അതും കൂടി കിട്ടണം ഇൻഷാല്ലാ. അതിനുള്ള പ്രയത്നമാണ് അവന്. അപ്പോൾ ഞാനിതാ നേരത്തെ ഞാൻ ഭവതി മോളിലെത്തിയ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഏതൊക്കെ ക്ലിപ്പിങ്സ് കാണിച്ചല്ലോ. അപ്പം ആ ഭവതി മോളിലെ ഫ്ലൈയിങ് ടൈഗറിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അവിടെ ഇപ്പം ഇത് കഴിഞ്ഞ മാസം എടുത്ത വീഡിയോ സത്യം പറയുകയാണെങ്കിൽ. അപ്പം ആ ഒരു ടൈമിൽ ഒരു സ്ട്രോബെറി തീമിലുള്ള ഐറ്റംസ് ആയിരുന്നു അവിടെ എല്ലാം ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല പല ഐറ്റംസ് എല്ലാം ഒരു സ്ട്രോബെറി തീം. മേ ബി ഈ ഒരു മെയ് മന്തിലെ പുതിയ കളക്ഷൻസ് അവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഇതിലുള്ള ഐറ്റംസ് ഇതൊക്കെ അവിടെ സ്റ്റോക്കില്ലെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നിരുന്നാലും ഞാൻ എന്തായാലും ആ വീഡിയോ എടുത്ത സ്ഥിതിക്ക് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാണ്. ഇതിലേതെങ്കിലും ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അത് അറേഞ്ച് ചെയ്ത് അയക്കാം. അത് 1, 2 ചെറിയ ഐറ്റംസ് ഒന്നും നടക്കില്ല. കുറച്ചധികം ഐറ്റംസ് വേണമെന്നുള്ളവർക്ക് എന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം. അങ്ങനെ കോൺടാക്റ്റ് ചെയ്ത ആൾക്കാർക്ക് തന്നെയാണ് ഇപ്പം അയച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സ്ട്രോബെറി തീമിലുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അതിന് തൊട്ട് മുൻപ് കാണിച്ചത് നാട്ടിലെ ഹൗസ് വാമിങ് ഉള്ള ഒരു ലേഡീൻ്റെ ഓർഡേഴ്സ് ആയിരുന്നു കേട്ടോ. അവർ പിന്നെ അവരുടെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇപ്പോൾ. കാരണം അതൊക്കെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. അതുകൊണ്ട് ആ ഒരു രീതി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ എന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം. പലരും ചോദിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ചുള്ള ഓർഡേഴ്സെല്ലാം എടുത്തിട്ടുള്ള ഞാൻ അയക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എല്ലാം ഒന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാറില്ല. പ്രത്യേകിച്ച് ഷോപ്പിങ്ങിന് പോകുമ്പം ഈ വീഡിയോ എടുക്കൽ ഭയങ്കര ടാസ്ക്കാണ്. ഇതിപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓർഡർ ആയിരുന്നല്ലോ. അധികം ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ഒരു 15 ഐറ്റംസ് മറ്റോ ചൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ ഇടയിൽ നമുക്ക് ഇതുപോലെ അവിടുത്തെ വീഡിയോ എടുക്കാനൊന്നും ടാസ്ക്കില്ല. പക്ഷെ അതല്ലാതെ വലിയ ഓർഡേഴ്സ് എല്ലാം വരുന്ന സമയത്ത് അത് ചെയ്യുന്നതിനിടയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഹൗസ് വാമിങ് ഓർഡറിൻ്റെത് ഫുള്ളൊന്നും എടുത്തിട്ടില്ല. ഷോപ്പിങ്ങിൻ്റെ ഭാഗമൊന്നും എടുത്തിട്ടില്ല. അതെല്ലാം ഒഴിവാക്കിനും. കാരണം 4, 5, 6 ദിവസം മെനക്കെട്ടിട്ടാണ് ഞാനത് ഫുള്ള് കളക്ട് ചെയ്തത്. അത് ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി വലിയ ഓർഡേഴ്സ് എല്ലാം ആകുമ്പോൾ അതുമായിട്ട് ഇങ്ങനെ ടൈം പോകുന്നതെന്ന് അറിയില്ല. എനിക്ക് അത്രയും ഭയങ്കര ഇഷ്ടം. പിന്നെ നമുക്കും പുതിയ പുതിയ ഐഡിയാസ് കിട്ടും. പുതിയ പുതിയ ഐറ്റംസിലേക്ക് നമുക്കും ഇറങ്ങിച്ചെല്ലാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ. ഇതൊക്കെയാണ് ഇതിൻ്റെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ച സ്ട്രോബെറി തീമിലുള്ള ഒരു ബൗളാണിത്. ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് എടുത്ത മഗ്ഗായിരുന്നു.
അപ്പം ജസ്റ്റ് എല്ലാം ഒന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ആക്ച്വലി ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചതായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞ ആ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം അതിന് നല്ലപോലെ ടൈം പോയി. നാട്ടിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് കാർഗോ എല്ലാം അയക്കാനുണ്ടായിരുന്നു, അതെല്ലാം സെറ്റാക്കി അങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നാലെ ആയിരുന്നു ഇത്രയും ദിവസം. പിന്നെ ഈ ഒരു വീഡിയോയിൽ എടുത്തു വെച്ചിട്ട് തന്നെ എത്ര ദിവസമായെന്ന് അറിയാം. അത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്യാന്നുള്ള ഒരു ചെയ്യാനുള്ളൊരു മടി കാരണമാണ് ഇത്രയും ഡിലേ ആയത്. എന്താ പറയുക, പിന്നെ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വോയിസ് ഓവർ ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഒരു നല്ലൊരു മൈക്ക് സെറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് വീഡിയോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വോയിസ് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. അപ്പം അങ്ങനെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ആ വോയിസ് ഓവർ ചെയ്യാനുള്ളൊരു ടൈം വേറെ തന്നെ കാണണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ല, ഒരു പിക്നിക് ബാഗാണ്. അതിൽ പിക്നിക് ഇപ്പോൾ നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനും മറ്റും ആവശ്യത്തിലുള്ള എല്ലാ സംഭവങ്ങളും, അതിൽ കട്ട്ലറീസ്, പിന്നെ അതിൻ്റെ നാപ്കിൻസ്, അത് ഇതെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ ഉള്ള ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ് എടുത്തത്. പക്ഷേ ഇതിനിടെ ഇവിടുത്തെ ഏതോ ഒരു ഗ്ലാസ്സിന് എന്തോ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അത് ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല എന്നും ഇതുവരെ പർച്ചേസ് ചെയ്തവരുണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ട് എല്ലാ ഐറ്റംസും അങ്ങനെയൊന്നുമല്ല, പക്ഷേ ഏതോ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഗ്ലാസ് അതിനാണ് അങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായത്. ഹോം സെൻറ്ററിലൊക്കെ പുതിയ ഐറ്റംസ് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സത്യം പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യാമെന്നുള്ള ഒരു പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചാൽ ഇപ്പം ഈ ഒരു സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൻ്റെ ഇഷ്യൂ, അതായത് വാർ ഇഷ്യൂ കാരണം നമുക്ക് പിന്നെ ഫുള്ള് ബ്ലോക്കായിട്ടാണല്ലോ ഉള്ളത്. സീ ത്രൂ വരുന്ന സംഭവങ്ങളെല്ലാം ഇവിടെ ബ്ലോക്കായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്റ്റോക്ക് തന്നെ വരുന്നില്ല പോലും. കാരണം ചൈനയിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങളാണ് കൂടുതലും. ഹോം സെൻറ്ററിൻ്റെ ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ഇവരുടെ ചില ഐറ്റംസ്, അതായത് ഒരുപാട് പുതിയ കളക്ഷൻസ് ഉണ്ട്, അതൊന്നും തന്നെ ഇപ്പം ഷോറൂമിലേക്ക് വരുന്നില്ല. അപ്പോൾ ചില സെക്ഷനെല്ലാം പറ്റ കാലിയാണ് സാധനങ്ങൾ. അതായത് നമ്മുടെ ടേബിൾ റണ്ണർ, പിന്നെ അതുപോലെ ടേബിൾ മാറ്റ്സ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊന്നും അവർക്ക് കളക്ഷൻസേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യേണ്ടത്. പിന്നെ പുതിയ കളക്ഷൻസ് ഒന്നും പുതിയത് അപ്ഡേറ്റ് ആകുന്നില്ല ഇവർക്ക് ഈ ഒരു ഇഷ്യൂ കാരണം. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. ഈ മുൻപ് കാണിച്ച ഐറ്റംസ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതങ്ങ് അവോയ്ഡ് ചെയ്തത്. എന്തായാലും ഇനിയിപ്പോൾ നാട്ടിൽ പോയി തിരിച്ച് വരട്ടെ, എന്നിട്ട് നോക്കാം. പക്ഷെ നാട്ടിലേക്ക് ഞാൻ വേറെ സോഴ്സ് ത്രൂ പിന്നെ കുറച്ചധികം ഐറ്റംസൊക്കെ അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി ഐറ്റംസ്. അത് ഇൻഷാ അല്ലാഹ് യൂട്യൂബ് വീഡിയോ ആയിട്ടും ഇൻസ്റ്റഗ്രാമിൽ, അതായത് എൻ്റെ ക്രോക്കേവ് എന്ന് പറഞ്ഞ പേജിലും എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അൽഹംദുലില്ലാ നമ്മുടെ വെബ്സൈറ്റ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വെബ്സൈറ്റ് ഒരു ലോഞ്ചായിട്ട് എനിക്ക് ചെയ്യണം എന്നുള്ള പ്ലാനാണ്. അപ്പോൾ ആ വെബ്സൈറ്റ് സെറ്റാക്കിയാൽ, വെബ്സൈറ്റ് മെയിൻലി നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയി അൽഹംദുലില്ലാ. പക്ഷേ അത് പബ്ലിക്കിലേക്ക് എപ്പോഴാണ് കൊണ്ടുവരുന്നതെന്നുള്ളതല്ല ഞാൻ എന്തായാലും വീഡിയോയിലൂടെ അറിയിക്കാം കേട്ടോ. വെബ്സൈറ്റിൽ മെയിനായിട്ട് ഞാൻ സെല്ല് ചെയ്യുന്ന എല്ലാ ഐറ്റംസ്, അതായത് ക്രോക്കറി, കിച്ചൺ ആൻഡ് ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്, പിന്നെ അബായ, പാകിസ്ഥാനി സൽവാർ കമീസ്, സ്റ്റിച്ച്ഡും, അതായത് സൂപ്പർ മോമിൻ്റെ അണ്ടറിലുള്ള എല്ലാ സംഭവങ്ങളും ഒരു പിന്നെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ സ്റ്റോക്കുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെയാകുമ്പോൾ വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ പർച്ചേസിങ് ഒന്നും ബുദ്ധിമുട്ടില്ല. അതിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേയും സംഭവങ്ങളും എല്ലാം അൽഹംദുലില്ലാ ക്ലിയർ ആയിട്ടുണ്ട്. നാട്ടിലെ സംഭവങ്ങളെല്ലാം എല്ലാ ലീഗൽ പ്രൊസീജിയേഴ്സും എല്ലാം അതിൻ്റെ ഒരു താമസം വന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡിലേ ആയത്. എന്തായാലും ആ ഒരു സംഭവം സെറ്റായിട്ടുണ്ട്. ആയിക്കഴിഞ്ഞാൽ ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് പുതിയ പ്രോഡക്റ്റ്സ് ഞാനതിൽ സൂൺ ഡിസ്പ്ലേ ചെയ്യും. യൂട്യൂബ് വീഡിയോ ആയിട്ടും ഇൻസ്റ്റഗ്രാമിൽ ക്രോക്കേവ് എന്ന് പറഞ്ഞ പേജിലും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വെബ്സൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആയിട്ട് സോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇനിയുള്ള വീഡിയോസ് ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. മാക്സിമം ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ പറഞ്ഞില്ല, വോയിസ് ഓവറാണ് എൻ്റെ ബുദ്ധിമുട്ട്. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ബുദ്ധിമുട്ടല്ല, അതിന് വേണ്ടി ഇരിക്കലാണ് എൻ്റെ ടാസ്ക്. അപ്പം അതിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.